സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകും നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ഇതുപോലത്തെ ഒരു അടിപൊളി ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്പൺ ഏരിയയിൽ പോയിട്ട് ഇതുപോലത്തെ ഒരു പോസ്റ്റിലാണ് ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെവിറ്റേറ്റിംഗ് ടൈപ്പ് ഫോട്ടോ നിങ്ങൾക്ക് നൈസായിട്ട് നിങ്ങളുടെ ഫോണിലോ ക്യാമറയിലോ ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ആ ഒരു ഫോട്ടോ ഇപ്പോൾ നിങ്ങൾ ക്യാമറയിൽ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിലോട്ട് കോപ്പി ചെയ്യണം. അതല്ല നിങ്ങൾ ഫോണിൽ തന്നെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എടുത്തൊരു ഫോട്ടോ നമ്മൾ പിക്സാർട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ അടിയിൽ ടൂൾ ബാറിലായിട്ട് നമുക്ക് കട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ അതിൽ പോയിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിക്സാർട്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു സബ്ജക്റ്റിനെ ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് തരും. നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം അവരൊരു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ നമുക്കിവിടെ ഈ ഒരു റീസ്റ്റോർ ബട്ടൺ വെച്ചിട്ട് നമുക്കിവിടെ ജസ്റ്റ് നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. നമ്മളപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു സ്റ്റിക്കറായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ഈ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് നമ്മുടെ ബേസിക് എഡിറ്റിംഗ് ഓപ്ഷൻസ് വരും. നമ്മളിവിടെ ബ്രൈറ്റ്നസ് ഫുള്ളായിട്ട് ഡിക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് ഇൻക്രീസ് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് ക്ലാരിറ്റിയാണ്. അപ്പോൾ നമ്മൾ ക്ലാരിറ്റി അധികം ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സാച്ചുറേഷൻ കാരണം നമുക്കിനി ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ പരമാവധി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം പരമാവധി ബ്ലാക്ക് ആക്കി എടുക്കാനാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഒരു സബ്ജക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഡ്ജസ് വരുന്നത് കുറച്ച് ഒരു ബ്ലറായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പിലൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പക്കയായിട്ട് നിങ്ങൾക്ക് കട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്ത് ആ സംഭവം നമ്മൾ സേവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അടുത്ത നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പിക്സാർട്ടിലോട്ട് പോയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഏതെങ്കിലും ഒരു സീനറി പോലത്തെ ഒരു ഇമേജ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനിൽ നിന്നാണ്. അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമേജ് നമ്മൾ ക്രോപ്പ് ചെയ്യണം. നമുക്ക് ഇത്രയും ഒരു സ്പേസ് നമുക്ക് ഇവിടെ വേണ്ട. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ നൈസായിട്ട് ക്രോപ്പ് ചെയ്തു. നമ്മുടെ ഒരു ഇമേജിന് വേണ്ട ആ ഒരു രീതിയിലായിട്ട് നമ്മൾ നമ്മുടെ ഈ സംഭവത്തെ നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അടുത്ത നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ എഡിറ്റ് ചെയ്ത ഈ ഒരു സംഭവം നമ്മൾ നമ്മുടെ ഇമേജിൻ്റെ മുകളിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോട്ടോ ഈ ഒരു ഇമേജിലോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ നമുക്ക് അടിയിലായിട്ടൊരു ബൗണ്ടറി നമുക്കൊരു എഫക്റ്റ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് പ്ലേസ് ചെയ്യാനായിട്ട്. അങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടിക്ക് മാർക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതും സെറ്റായി. നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ചാടുമ്പോൾ നമുക്ക് കുറച്ച് പാർട്ടിക്കിൾ എഫക്റ്റ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ചാടണേൻ്റെ ഒരു ഇത് കാണിക്കാൻ നമ്മൾ ചെറുതായിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ചാടുന്ന ആ ഒരു നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ആ ഒരു പോസ്റ്റിൻ്റെ ഒരു ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഓവറോൾ ഇമേജ് നോക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി അതൊന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റിലോട്ട് ആ ഒരു ഫോക്കസ് നമുക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നൈസായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഇഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ഫോട്ടോ നമുക്ക് കിട്ടി. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എഡിറ്റാണിത്. ഇപ്പം നിങ്ങൾക്ക് പിക്സാർട്ടിൽ ചെറിയൊരു ട്യൂട്ടോറിയൽ കാണിച്ചു നിങ്ങൾക്ക് ആ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി നൈസായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസിലാണ് നിങ്ങൾക്ക് ചാടണമെന്നില്ല, നിങ്ങൾക്ക് വെറൈറ്റി പോസുകൾ നിങ്ങൾക്ക് ചാടിയിട്ട് നല്ല അടിപൊളി ഇമേജുകൾ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് ഫോട്ടോഗ്രാഫി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടിയിലെ ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ തന്നെ മുകളിൽ വരുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേലിസ്റ്റിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.